ഒരു ദൈവ പൈതലുമായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്യണത്, ഒരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഒരു ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്താ കാര്യം? ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾക്ക് മെച്ചമില്ലാത്ത ആൾക്കാർ, ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ഈ ജന്മത്തിൽ നമ്മളെ വീണ്ടും കണ്ടുമുട്ടില്ലെന്ന് വരും. നിങ്ങൾ നാളെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൈ സഹായം ചെയ്യണത്. നമ്മളവരെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മളെ സഹായിക്കും. അവർക്ക് വസ്ത്രം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ നമ്മളെ സഹായിക്കും. ഇത് മനുഷ്യന് സാധിക്കുന്ന കാര്യമാണ്. ഇത് മനുഷ്യത്വം അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ദൈവപ്രകൃതിയുള്ളൊരു മനുഷ്യത്വം വേണ്ടി വരും. ഉടമ്പടി ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റും, പകരം എന്ത് ചെയ്യും? മാംസളമായ ഹൃദയം നൽകും. എന്തിനു വേണ്ടിയാണ്? ഒരു പുതു ചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കും. പുതു ചൈതന്യത്തിന് നിക്ഷേപിക്കപ്പെടുമ്പോൾ ആ പുതു ചൈതന്യം നമ്മൾ പ്രവർത്തനക്ഷമമായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവരാജ്യം സംജാതമാക്കുന്നതിനുള്ള ദൈവ പദ്ധതിയിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ സഹകരണമാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവേ ഉടമ്പടി പൊതു പൗരോഹിത്യത്തിലേക്കുള്ള വിളിയാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എവിടെയെല്ലാം കവനന്റ് പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം ഉടമ്പടിയെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം പുതിയ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പുതിയ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നത് പുതു ചൈതന്യത്തെക്കുറിച്ചാണ്, പുതിയ ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആത്മാവിനെയും ആത്മാവിൻ്റെ ബലങ്ങളെയുമാണ്. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്, നിങ്ങൾ ഉടമ്പടി എടുത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദൈവവും നിങ്ങൾ തമ്മിൽ ഉടമ്പടിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരുക, നവചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞാൽ ആ നവചൈതന്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ഒരു ശരീരത്തിൽ നമുക്ക് ടയർഡൊക്കെ തോന്നാം, പക്ഷേ ആത്മാവിന് സന്തോഷം തോന്നണം. ഉടമ്പടി ഫലിച്ചിട്ടുണ്ടെന്നറിയണം എങ്ങനെയാണ്? ചില ആൾക്കാർ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണമെന്ന് പറയത്തില്ലേ? ചില പറയും മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത്. അതുപോലെ ഉടമ്പടി പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണത്. ആ തോന്നൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നണം. ഒരുപക്ഷെ ശരീരത്തിന് വേദനയായിരിക്കും തോന്നണത്, ശരീരത്തിന് വേദനയായിരിക്കും, കാശ് നഷ്ടമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ എങ്കിൽ ഉടമ്പടി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ശരീരത്തിൻ്റെ വേദന, കാശ് നഷ്ടവും ധനനഷ്ടമൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ സന്തോഷവും ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയല്ലേ? അങ്ങനെ പറഞ്ഞ് ഉടമ്പടി പിടിച്ചിട്ടില്ല. ദൈവസ്നേഹമല്ല, അത് മനുഷ്യാരൂപിലാണ്, ജഡാരൂപിലാണ് ചെയ്തിരിക്കുന്നത്. ജഡാരൂപിൽ നിങ്ങൾക്ക് ഉടമ്പടിയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്താ പ്രശ്നം? ദൈവാരൂപി ചെയ്യണമെങ്കിൽ സന്തോഷമുണ്ടാകും. അത് ഒരു 10 പേരെ രോഗികളെ കാണാൻ പോയാലും 10 പേരുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും 10 പത്രം 10 സ്ഥലങ്ങളിൽ കൊടുത്താലും വേണമെങ്കിൽ നിങ്ങൾക്ക് 10 പത്രം അടുത്തടുത്ത് കൊടുക്കാൻ പറ്റും. ചിലർ പറയും, അപ്പം ചില വീട്ടിൽ പത്രം കൊടുക്കാൻ ചിലർ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ല, ഒന്നുകൂടി ഇരിക്കട്ടെ എന്ന് പറയും. ഇങ്ങനത്തെ അലപരാധികളുണ്ട്, ഭയങ്കര അലപരാധികൾ. ചിലരെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഉടമ്പടി പിടിച്ചിട്ടില്ലെന്ന് അറിയാൻ പറ്റും. അതായത് പല വീടുകളിൽ പത്രം കൊണ്ടുണ്ടാക്കിയില്ല, അപ്പോൾ അതിൽ പല ആൾക്കാരുണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ഒരു വീട്ടിൽ പത്രം കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ഇതല്ലേ ഇതിവിടെ കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ലേ, വണ്ണം കൂടി ഇരിക്കട്ടെ. എന്ത്? അവർക്ക് പോകാൻ കഴിയില്ല. അളിഞ്ഞ മോന്ത്യമായിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കുകയാണ് അവർ ഈ വിഷയം. ഇവർ ഉടമ്പടി പിടിച്ചിട്ടില്ല, ജന്മത്തെ പിടിക്കത്തില്ല. നിങ്ങൾ ഇവിടെ കൊടുത്ത ആ പത്രത്തിൻ്റെ കാശ് വാങ്ങിച്ചുകൊണ്ട് എപ്പോഴും ഈ ജില്ല വിട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കിത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും. അത് മര്യാദക്ക് ഓരോ ക്ലാസ്സുകളും കേട്ടിട്ട് എങ്ങനെയാണ് ദൈവസ്നേഹം ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കണം. എന്താ കാര്യം ചെയ്ത് നമുക്ക് സന്തോഷം തോന്നണം. നമുക്ക് ശാരീരിക വേദന ഉണ്ടാകും, പക്ഷേ മനസ്സിന് സന്തോഷം തോന്നും. അപ്പോൾ ഉടമ്പടി പിടിച്ച് നിർത്താം. കർത്താവ് എന്താ പറയുന്നത്? ഗർഭിണിയെ പോലെയാണെന്ന്. ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം എന്ന് പറയുന്നത് ഗർഭിണിയെ പോലെ എന്നാണ് പറഞ്ഞാൽ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവ പൈതലിൻ്റെ ആര്? ഇപ്പം ന്യായസ്ഥാനപ്പെട്ട ക്രിസ്ത്യാനി എന്നല്ല ഞാൻ പറയണത്. ക്രിസ്തുവിനെ
എൻ്റെ രക്ഷകനായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളെല്ലാം, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വ്യക്തികളെല്ലാം ക്രിസ്ത്യൻസാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അവന് നിത്യരക്ഷ കിട്ടും. എക്സ്ട്രാ ആയിട്ട് കിട്ടണത് എന്താണ്? നീ ഒരു ക്രിസ്ത്യനാകുമ്പോൾ നിനക്ക് എക്സ്ട്രാ കിട്ടണത് എന്താണ്? നിത്യതയാണ്. കാര്യം എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ കൂടെ ക്രിസ്തുവിനോട് മരിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കും. കാര്യം ക്രിസ്തുവിന് വേണ്ടിയല്ലേ നമ്മൾ ലോകത്തിന് മരിക്കണത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ വിശ്വാസം സ്വീകരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ആ ഒരൊറ്റ വാക്കാണ് കൂടുതലുള്ളത്. മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ ഇതിൻ്റെ അകത്തുള്ളത് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സംഭവം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരും പറയാത്തത് കൊണ്ട്, ക്രിസ്തു മാത്രം പറഞ്ഞത് കൊണ്ട് നിൻ്റെ നിത്യജീവിതത്തിൻ്റെ പേറ്റൻ്റ് ക്രിസ്തുവിനെ ഉയർപ്പിനാണുള്ളത്. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. അതായത് ഒരു വ്യക്തി അവളിൽ തന്നെ ജനിച്ചുകൊണ്ടിരിക്കാം. പുതിയ ജന്മങ്ങളിലേക്ക് അവൻ ജീവിച്ചിരിക്കെ തന്നെ പുതിയ ജന്മങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കാം. ഇത് സുവിശേഷത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു പ്രക്രിയയാണ്. അതാണ് ഗർഭിണി എന്ന് പറഞ്ഞല്ലേ? എന്താ ഈശോ പറഞ്ഞു? 16:21 എടുത്തേ. യോഹന്നാൻ 16:21 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 16:21. യോഹന്നാൻ 16:21. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. ഓക്കെ. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ സന്തോഷമുണ്ട്, വേദനയുണ്ട്, ഇല്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രത്യേക ഗുണമാണ്. അതായത് നമ്മൾക്ക് ശാരീരികം, ഇപ്പോൾ ഒരു സ്ഥലത്ത് നടന്നു പോയി നമ്മൾ പത്രം കൊടുക്കണം, ഒരു ആശുപത്രിയിൽ പോയി രോഗികളെ കാണണം, ഇല്ലേ? അപ്പോൾ കയ്യിൽ നിന്ന് ചിലപ്പോൾ കയ്യിലുള്ള കാശും ബസ് കാശും ഒഴിച്ച് ബാക്കിയുള്ള അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ശാരീരിക നഷ്ടമാണ്. പക്ഷേ ആ സമയം തന്നെ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നണം. സന്തോഷം തോന്നാത്ത ആൾക്കാരുണ്ട്. അവർ ചെയ്യണത് ടെക്നിക്കലായിട്ടുള്ള ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനം അല്ല അത്. അതായത് ഗർഭിണികളെ പോലെയാണ്. ഗർഭിണികൾക്ക് എന്താ സംഭവിക്കണത്? അവരെ പ്രസവിക്കുമ്പോൾ അവർക്ക് ആ പ്രസവ വേദന ഉണ്ട്, പക്ഷേ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. കർത്താവ് ഒറ്റ സെമിലിയാണ് ഉപയോഗിച്ചിരിക്കണത്. അത് തന്നെ നമുക്ക് ഉള്ളത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമോ വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ ക്രിസ്തുവിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അങ്ങനെ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ സന്തോഷമില്ലെങ്കിൽ നീ ചെയ്യുന്ന ജോലി ക്രിസ്തുവിന് വേണ്ടിയുള്ളതല്ല, നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇത് വിവേചിച്ച് മനസ്സിലാക്കണം. മനസ്സിലായി? ഇത് പെട്ടെന്നൊന്ന് നമ്മളൊരു ഓപ്ഷൻ മാറിക്കിടക്കണമെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ഈ ഉടമ്പടി പലപ്പോഴും സെൽഫ് ഓപ്ഷനിൽ കിടക്കുകയാണേ. എന്നുവെച്ചാൽ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ PR അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് കയറി പോകാൻ പറ്റുന്നില്ല, ഈ ആഴ്ച ഓഫർ ലെറ്റർ വന്നില്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ നീ മോന്തം കയറ്റി ഉടമ്പടിയിൽ ഉഴപ്പ് നിൽക്കണമെങ്കിൽ നിൻ്റെ ജോലി നിൻ്റെ വയറ്റിപ്പിഴപ്പായിട്ട് ദൈവത്തെ നീ ദുർവിനിയോഗിക്കുകയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിനറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈജു എന്നും പറഞ്ഞ് എറണാകുളം സൈഡിൽ നിന്നൊരു സാക്ഷി ഉണ്ടായിരുന്നു, കോതാട്. ആ സാക്ഷി നല്ല രസമാണ്. പുള്ളിക്കാരൻ ഒരു ഓഫ്-ഷോർ റിഗിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓഫ്-ഷോർ റിഗ് എന്ന് പറയുന്നത് എണ്ണ ഖനനം ചെയ്തിരിക്കണ കടലിലെ എണ്ണക്കരിയാണ്. അതിലേക്ക് ബോട്ടിൽ ബോട്ടിലും കപ്പലിലൊക്കെ പോകും. അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു മാസം വർക്ക് ചെയ്യാം, പിന്നെ വീട്ടിൽ ഒരു മാസം നിൽക്കാം. കാര്യം അതെല്ലാം അപകട മേഖലയായത് കാരണം ഇങ്ങനെ ഒറ്റയടിക്ക് ജോലി കൊടുക്കത്തില്ല. റെസ്റ്റ് എടുത്താണ് ജോലി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കൊരു പ്രശ്നം തന്നെ, ഇവിടെ കൈ രണ്ടും തളർന്നു പോയി. അത് കാൽഷിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു രോഗമാണ്. അസ്ഥികളിലൊക്കെ ഇങ്ങനെ എല്ല് വളർന്ന് കൂടും. അങ്ങനെ കൈ ജോയിൻസിൽ എല്ല് തന്നെ വളർന്ന് കൂടിയിരിക്കണ കാരണം കൈ പൊക്കാൻ പറ്റുന്നില്ല. കൈ ഇങ്ങനെ ഇടിച്ച് എല്ലി കിടക്കുകയാണ്.
അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ് 2-3 ആശുപത്രി ആയുർവേദം ഇംഗ്ലീഷൊക്കെ മരുന്ന് കാണിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. പുള്ളിയുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോഴേ അദ്ദേഹം അലോപ്പതി ചെന്നപ്പോൾ ഇത് സ്കാൻ ചെയ്ത് MRI ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കാൽസിഫിക്കേഷനാണ്, കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യണം, 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെങ്കിലും ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഇയാൾ മെക്കാനിക്കാണ്. അപ്പോൾ പല സംഭവങ്ങൾ എടുത്ത് പൊക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ 6 മാസത്തെ റെസ്റ്റ് ആകുമ്പോൾ ജോലി പോവുകയും ചെയ്യും. അതാണ് എൻ്റെ ആപ്പാടെ പുള്ളിക്ക് പ്രശ്നമായി. വേദനയാണെങ്കിൽ സഹിക്കാൻ പാടില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട്, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ഇയാൾക്ക് വിശ്വാസം ഇല്ലെന്നൊന്നും പറയണില്ല, ഉണ്ട്. ഇങ്ങനെയുള്ള ഉടമ്പടി വിശ്വാസം, മാധ്യസ്ഥ വിശ്വാസമൊന്നുമില്ല. പുള്ളി പറയുന്നുണ്ട്, സാക്ഷ്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. സാക്ഷ്യം പുള്ളി ധരിച്ചു വെച്ചിരിക്കണത്, സാക്ഷ്യം എന്ന് പറയുന്നത് ഒത്തിരി അതിഭാവുകത്വം ഉണ്ടാകുന്നതാണ്. ഇല്ല 10 അനുഭവം ഉണ്ടെങ്കിൽ 100 പറയണതാണെന്നാണ് അത് പുള്ളി അത് കേൾക്കത്തില്ല. അപ്പം അതുകൊണ്ട് പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം വെച്ചാൽ, ഓപ്പറേഷൻ ചെയ്താലും ജോലി പോകും, ചെയ്തില്ലേ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അഴുകാൻ തുടങ്ങി. ഇങ്ങനെ കൈ പൊക്കാൻ പാടില്ലാതെ കൈ ഇങ്ങനെ കക്ഷത്ത് കിടന്ന് കക്ഷം അഴുകാൻ തുടങ്ങി. ഇപ്പോൾ വല്ലാത്തൊരു വിഷയത്തിലേക്ക് പുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ ഡോക്ടർ 3 ആഴ്ച കഴിഞ്ഞാണ് ഓപ്പറേഷൻ പറയണത്. അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ പുള്ളിക്കാരെന്ന് പറഞ്ഞ് നാളെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അത്രയും മതിയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവിടെ മേശപ്പുറത്ത് കൊന്ത ഇരിപ്പുണ്ട്. പുള്ളി കൊന്ത കയറി പിടിച്ചപ്പോൾ പുള്ളി മനസ്സിരിക്കണ ഇതാണ്, ഇതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ വേദന കുറയും. മാതാവ് സത്യമാണെങ്കിൽ, കാര്യം മാതാവ് സത്യമല്ലെന്ന് പറയണ ഒരു സഭാവിഭാഗം കേരളത്തിൽ എന്തുമാത്രം ഉണ്ട് ഇല്ലേ? അതാണ് ആ പുള്ളി പറയുന്നത്. മാതാവ് മധ്യസ്ഥതയിൽ പുള്ളി വിശ്വസിക്കണില്ല. അപ്പോൾ ഈ ജീവിക്കാൻ പറ്റാതെ കഴിഞ്ഞാൽ പുള്ളി കൊന്തയെ പിടിച്ച പുള്ളി മനസ്സിൽ പറഞ്ഞ മാതാവ് എന്ന് പറഞ്ഞ ആൾ സത്യമാണെങ്കിൽ എൻ്റെ വേദന രാത്രി കുറയും. അയാൾ പറഞ്ഞ് വായി നാക്കിയിട്ടില്ല, 5 മിനിറ്റുള്ള വേദന കുറഞ്ഞ്. അപ്പോഴുടനെ പുള്ളിക്ക് മനസ്സിലായി മാതാവ് സത്യമാണെന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ പിറ്റേ ദിവസം വന്ന് ഉടമ്പടി എടുത്തിട്ട് ഉപ്പും അതുപോലെ തന്നെ ഉടമ്പടി തൈലം കൂടി ചേർത്ത് ഈ 2 ഭുജത്തും പെരട്ടി കഴിഞ്ഞ് പുള്ളി പിറ്റേ ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കൈ അങ്ങോട്ട് പൊങ്ങി. കൈ പൊങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞിരിക്കണത്, ഡോക്ടറുടെ അടുത്ത് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഡോക്ടറാണ്, ഇത് അത്ഭുതമായിരിക്കണമല്ല എന്ന് പറഞ്ഞ്. എന്താണ് കാര്യം, എങ്ങനെ പൊങ്ങിയെന്ന് പുള്ളി ഡോക്ടറോട് പറഞ്ഞില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ്, വെയിറ്റൊന്നും എടുക്കരുതെന്ന് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ 1 മാസം കഴിഞ്ഞപ്പോൾ വർക്കിന് പോയി. അയാൾ പറയണത്, ഞാനിപ്പോൾ 25 കിലോ ഒക്കെ എടുത്ത് പൊക്കണുണ്ടെന്നാണ് പറയണത്. അതെന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ വിശ്വാസം തന്നെ വരെ കണ്ടില്ലേ, അയാൾക്ക് 0 ഫെയ്ത്താണ്. ബേസിക് ഫെയ്ത്ത് ഉണ്ട്, മാതാവിൽ പ്രത്യേകിച്ച് മാധ്യസ്ഥതയിൽ വിശ്വാസമില്ല. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ ആപ്ലിക്കേറ്റ് ചെയ്യാൻ അയാൾ തയ്യാറായി അല്ലേ? ഈ കാര്യം വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കൊന്തക്കയറി പിടിച്ചപ്പോൾ അയാൾ പറയും, എൻ്റെ കൊന്ത എൻ്റെ ജന്മത്തിൽ ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ലെന്നാണ് പറയണത്. പക്ഷേ ഇപ്പോൾ കൊന്ത കഴുത്തായിട്ടുണ്ട് നടക്കുകയും. അതായത് ആ മനുഷ്യർ പറയണത് ഇതില്ല, നിങ്ങൾ സാക്ഷി കിടപ്പുണ്ട്, നോക്കിയാൽ മതി, ഇന്നിടുന്നുണ്ട് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് അങ്ങനെ പോവുകയാണ്. ദൈവം നമ്മളെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ മാതാവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ പറയും, എൻ്റെ സഭാധികാരി തന്നെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇത് മരിയൻ ഡിവോഷനാണ്, ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയും. ചില അച്ഛന്മാരൊക്കെ പറഞ്ഞാൽ മരിയൻ ഡിവോഷനാണ്, ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന്. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിനെ പ്രൊമോട്ട് ചെയ്യല്ല, മാതാവിനെ ആരും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ദൈവം പ്രൊമോട്ട് ചെയ്തോളും. അവർ ദൈവം പ്രൊമോട്ട് ചെയ്തിട്ടാണ് അവർ യേശുവിൻ്റെ അമ്മയായി വന്നിരിക്കുന്നത്, അല്ലാതെ മനുഷ്യന്മാർ പ്രൊമോട്ട് ചെയ്തിട്ടല്ല. പ്രശ്നം അതല്ലേ വിഷയം വരാൻ പോണത്. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകേണ്ട ഒരു കഥയുമില്ല അതിൻ്റെ അകത്ത്. എന്താ വിഷയം? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ചക്കാലക്ക പിതാവ് അൾത്താരെ വന്നപ്പോൾ, അത്തങ്ക അൾത്താര കൃപായെല്ലാം വന്നപ്പോൾ അമ്മ എന്താ, ഞാൻ കൃപാസനം മാതാവിൻ്റെ സ്വരം കേട്ടു. അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് പകരം അമ്മ പറഞ്ഞില്ല, കർത്താവാണ് പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അമ്മയല്ലേ പറഞ്ഞത്. അപ്പം മരിയൻ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്, ദൈവ പദ്ധതിയിലുള്ളതാണ് അമ്മ. നമ്മളുടെ മാധ്യസ്ഥമായിട്ടും മാതൃകയായിട്ടും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി
ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ക്രിസ്തുവിനെ ഒരാൾ സ്വീകരിച്ചാൽ അയാൾ എങ്ങനെ ഇരിക്കും, അയാളുടെ ജീവിതം അത് പ്രായോഗികമാണോ? ഈ ലോകത്തോട് ക്രിസ്തീയ ജീവിതം പ്രായോഗികമാണെന്ന് പറഞ്ഞ ആദ്യത്തെയും ഏറ്റവും സമ്പൂർണ്ണമായ വ്യക്തിത്വമാണ് പരിശുദ്ധമ്മ. എന്ന് പറഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യണം മരിയൻ ഡിവോഷൻ അല്ല, കറക്റ്റ് കർത്താവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് മാതാവിലൂടെ നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ തന്നെ കയറി പിടിക്കണം. എന്താണ്? കൊന്ത കയറി പിടിച്ചിട്ട് പറയുന്നത് എന്താണ്? മാതാവ് സത്യമാണെങ്കിൽ ഇപ്പം എൻ്റെ വേദന കുറയും. അപ്പോഴെന്താണ് ദൈവം പറഞ്ഞത്? മാതാവ് സത്യമാണ്, ഇനി നീ കാണാൻ പോണ പൂരം വേറെയാണെന്ന് പറയും. സെക്കൻഡുകൾക്കുള്ളിലല്ലേ ജീവിതന്മാർ ജോലി പോകുമെന്ന് പറഞ്ഞ ആൾ, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ആൾ, 6 മാസം കഴിഞ്ഞാലും വെയിറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആൾ പുഷ്പം പോലെ വേല എടുത്ത് നടക്കണം. എന്താണ്? ദൈവം അമ്മയെ മഹത്വപ്പെടുത്തുന്നു. ആർക്ക് വേണ്ടി? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി. ഇവിടെ നടക്കുന്നത് മരിയൻ ഡിവോഷൻ അല്ല, പിന്നെന്താ നടക്കുന്നത്? മരിയൻ ലൈഫ് സ്റ്റൈലാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണം. മാതാവിൻ്റെ മധ്യസ്ഥതയിലെ അതെന്താണ്? മരിയൻ ലൈഫ് സ്റ്റൈലാണ്. അതായത് മാതാവിൻ്റെ ജീവിത രീതി നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മരിയൻ മധ്യസ്ഥതയിലെ ദൈവരാജ്യത്തിലെ ആയിരിക്കുന്ന വലിയൊരു അവസ്ഥയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ദൈവപിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു പൊതുവായിട്ടുള്ള സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമായിട്ടാണ് ലോകത്തിൽ ഉടമ്പടി വന്നെങ്കിൽ ആ ഉടമ്പടി ഇന്ന് എല്ലാ മനുഷ്യർക്കും എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റുന്ന അന്ത്യകാലത്തെ ദൈവിക പദ്ധതിയായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതും. അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചിട്ടുണ്ട്. നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചുകൊണ്ട് സമയത്തിൻ്റെ സമാപ്തിയിലേക്ക് പ്രവേശിക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ ഇനി ദുരന്തകത്തിൻ്റെ കാലങ്ങളുണ്ടാകും, പതറരുത്, പ്രാർത്ഥനയാണ് മെച്ചമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയാണ് നമ്മളെ മധ്യസ്ഥയായിട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മാലാഖമാർ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാധ്യസ്ഥ വഹിച്ചപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ലൂർദിലായാലും ഫാത്തിമയായാലും കൃപാസനത്തിലായാലും എവിടെയായാലും അമ്മയിലൂടെ ദൈവം തൻ്റെ ദൗത്യത്തെ ലോകത്തിൻ്റെ അവസാനം വരെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമായി തുറന്നുകൊണ്ടുപോയിരിക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി ദൈവം നമ്മളെ മാറ്റിയതിൽ കൈയടിച്ചു കൊണ്ട് കർത്താവ്. എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് സാലു എന്നാണ്. ഞാൻ തിരുവനന്തപുരം അതിരൂപതയിൽ പുല്ലുവിള ഇടവകയിൽ നിന്നാണ് വരുന്നത്. എന്നെ അമ്മ ഇവിടെ കൊണ്ടുവന്നതാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇങ്ങനെ പുണ്യസ്ഥലങ്ങളോ അല്ലെങ്കിൽ നേർച്ച സ്ഥലങ്ങളിലോ പോവുകയോ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലോ ഒന്നും വലിയ വിശ്വാസം ഉള്ള കുടുംബത്തിൽ നിന്നുള്ളതായിരുന്നില്ല. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത് നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ മതി, അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. നമ്മൾ അങ്ങനെ ജീവിച്ചാൽ തന്നെ നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി മാറും. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു വിശ്വാസമുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ എൻ്റെ വലത് കാലിൽ ഒരു അലർജി പോലെ വന്നു. 1.5 വർഷത്തിന് മുൻപ് കൊണ്ട് ആ അലർജി പലതരത്തിലുള്ള മരുന്ന്, അലർജി ആണോ എന്നറിയില്ല, ചെറുതായിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം അലോപ്പതി കഴിച്ചു, ഒരു കുറവുമില്ല. അത് ഒന്നിനൊന്ന് കൂടി വരികയായിരുന്നു. പിന്നെ ആയുർവേദത്തിലോട്ട് മാറി, പിന്നെ നാട്ടുമരുന്ന് ചെയ്തു. 3 വിഭാഗങ്ങളിലുള്ള എല്ലാ മരുന്നുകളും കഴിക്കുകയും പുരട്ടുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരു കുറവും എനിക്കുണ്ടായില്ല. അങ്ങനെ അത് കാൽപാദം മുഴുവനും പടർന്ന് മുകളിലോട്ട് കയറി അത് വലിയ വികൃതമായി പൊട്ടി ഒലിക്കുന്ന ഒരവസ്ഥ വരെ എത്തി. എനിക്ക് വേദന സഹിക്കാൻ വയ്യായിരുന്നു. അത്രയ്ക്കൊരവസ്ഥയിലിരുന്നൊരു സമയത്താണ് എൻ്റെ ഒരു അടുത്ത ബന്ധു, ശ്രീനഗറിലാണ് ജോലി ചെയ്യുന്നത്, പട്ടാളക്കാരനാണ്. പുള്ളി എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ വിളിച്ച് വിശേഷം അന്വേഷിക്കുമ്പോൾ എപ്പോഴും കുഴപ്പമില്ല, സന്തോഷത്തോടെ ഇരിക്കുന്നു, സുഖമാണെന്നാണ് പറയാറ്. അത്ര വേദന കഠിനമായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല, കാല് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ചേച്ചി ആ കാലിൻ്റെ ഫോട്ടോ ഒന്ന് എനിക്ക് ഇട്ട് തരാമോ? അപ്പോൾ ഞാൻ ആ പുണ്ണിൻ്റെ ഫോട്ടോ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ പുള്ളി എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി പേടിക്കണ്ട, എൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും പറഞ്ഞയച്ച് അവിടെ കൃപാസന മാതാവിൻ്റെ ഉപ്പും മെഴുകുതിരിയും ഉണ്ട്, ചേച്ചി ചെന്ന് ആരെങ്കിലും വിട്ട് വാങ്ങി അത് കത്തിച്ച് വെച്ച് ആ ഉപ്പിട്ട വെള്ളം കൊണ്ട് കഴുക്, ചേച്ചിക്ക് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ
അത് എൻ്റെ വീട്ടിലുള്ളവർ പോയി വാങ്ങിക്കൊണ്ട് വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കാലിൻ്റെ മുകളിൽ എണ്ണയോ വെള്ളമോ മറ്റൊരു വസ്തുവും ഇനി തേക്കരുതെന്നാണ്. കാരണം എല്ലാ മരുന്നുകളും എല്ലാം പുരട്ടുമ്പോഴെല്ലാം അത് കൂടി വരികയായിരുന്നു. അതുകൊണ്ട് ഇനി ഒന്നും അതിൻ്റെ മേൽ പുരട്ടേണ്ടതില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചിട്ട് ഉപ്പ് പുരട്ടിയില്ല. ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ 2 ദിവസം 3 ദിവസം ആയപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് കൂടി. എനിക്ക് ഒട്ടും കാലനക്കാൻ വയ്യ, ശക്തമായ വേദന സഹിക്കാൻ വയ്യാതായി. അപ്പോഴത്തേക്കും ഞാൻ ചെന്ന് മാതാവിൻ്റെ അടുത്ത് ഈശ്വരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഈശോയെ മാതാവേ, എനിക്ക് ഇനി ഈ വേദന സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല, നീ എനിക്ക് മാറ്റി തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ മാതാവിൻ്റെ ഉപ്പ് ശകലം എടുത്ത് വെള്ളത്തിൽ കലർത്തി കഴുകി. അപ്പോൾ തന്നെ എനിക്ക് വലിയ ആശ്വാസമുണ്ടായി. വേദന പെട്ടെന്ന് മാറി. ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ അവിടെ ഒരു പുണ്ണുണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് വിചാരിക്കില്ല. ഒരു പുണ്ണിൻ്റെ അടയാളമോ ഒരു പാട് പോലും ഇല്ല. അത്രയ്ക്ക് മറ്റ് ഭാഗങ്ങളെക്കാളും വളരെ സോഫ്റ്റും മനോഹരവുമായിട്ട് ആ ഭാഗം ഇരിക്കുന്നു. അങ്ങനെ അത്ര വ്യത്യാസം എനിക്ക് ആ കാലിൽ ഉണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് 2ാമതും ഉണങ്ങിയതിൻ്റെ ഫോട്ടോയും ഞാൻ എടുത്തിട്ട് കൊടുത്തിരുന്നു. എന്നിട്ട് എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് ഇതിന് നന്ദി പറയണമെന്ന് വളരെയധികം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും കുടുംബത്തോടെയാണ് വന്നത്. അവരോട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ 5 വർഷമായിട്ട് ആക്സിഡൻ്റായിട്ട് കാലിന് മുകളിലുള്ള കഴ മുഴുവനും തകർന്ന് അത് അനക്കാൻ പറ്റില്ല. പാദം തൊട്ട് മുകളിലോട്ട് എനിക്ക് 2 സ്റ്റീൽ പ്ലേറ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 സ്ക്രൂ പിടിപ്പിച്ചാണ് എൻ്റെ കണങ്കാല് മുകളിലോട്ട് ഫിറ്റ് ചെയ്തേക്കണം. ചതയും മാംസവും എല്ലാം മറ്റുള്ള ഭാഗത്തുനിന്ന് വെട്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ കാല് സ്റ്റിഫാണ്. അതുപോലെ 2 സെൻറ്റിമീറ്റർ ഞാൻ ഷോർട്ടഡാണ്. അതുപോലെ തന്നെ കാല് 25 ഡിഗ്രി താഴ്ന്നുമാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ഒരവസ്ഥയിൽ എനിക്ക് നിൽക്കാനോ നടക്കാനോ പടി കയറാനോ പറ്റുന്ന ഒരവസ്ഥയല്ല. മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. കാര്യം തട്ടിയാൽ ഞാൻ മറിഞ്ഞു വീഴും, അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഉടമ്പടി എടുക്കാൻ നിന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടുകാരെ എതിർത്തു. നിനക്കിത് ചെയ്യാൻ പറ്റില്ല, പറ്റാത്തൊരു കാര്യം നീ എടുക്കരുത്, നിനക്ക് സാധിക്കുമെങ്കിലേ എടുക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് നീ ആലോചിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ലൈനിൽ നിന്നപ്പോൾ അവിടെ കൂടെയുള്ളവർ എൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ഉടമ്പടി എടുക്കണ്ട, അത്രയ്ക്ക് ഞാൻ ഇൻബാലൻസ്ഡായിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് ഉടമ്പടി എടുത്തില്ല, തിരിച്ചുപോയി. പക്ഷേ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ എനിക്ക് തീവ്രമായി എനിക്ക് ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. 3ാമത്തെ ദിവസം ഞാനിവിടുന്ന് വീട്ടിൽ പോയി 3ാമത്തെ ദിവസം തന്നെ ഞാനിവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിയിട്ടാണ് പോയത്. ഈ മാതാവിനോട് നന്ദി സൂചകമായിട്ട് ഈ പത്രം വിതരണം ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു കെട്ട് പത്രം വാങ്ങിയാണ് പോയത്. എനിക്ക് ആരുടെ സഹായമില്ലാതെ വീട്ടിൽ പുറത്തിറങ്ങാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ ഗേറ്റ് തുറന്ന് റോഡിൽ നിന്ന് പത്രം പിടിച്ചിട്ട്, എന്നിട്ട് എൻ്റെ കയ്യിൽ ആ പുണ്ണുണ്ടായിരുന്ന ഫോട്ടോയും ഞാൻ കയ്യിൽ വെച്ചിരുന്നു. എന്നിട്ട് അവിടെ കൂടി പോകുന്നവരോടെല്ലാം ഞാനിങ്ങനെ കാണിച്ച് എൻ്റെ ഇങ്ങനെ ഇരുന്ന കാലാണ് മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ ഉപ്പിട്ട് കഴുകിയപ്പോൾ എനിക്ക് എൻ്റെ കാലിപ്പോൾ ഇങ്ങനെയായി എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോട് പറഞ്ഞ് എല്ലാവർക്കും പത്രം വിതരണം ചെയ്ത്, നിങ്ങളും പത്രം വായിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ആ പത്രം വാങ്ങിക്കൊണ്ട് പോയവർ എൻ്റെ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരെൻ്റെ വീട്ടിൽ പത്രം അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3ാമത്തെ ദിവസം തന്നെ എൻ്റെ വീടിനടുത്തുള്ളവർ എന്നെ തിരക്കി വന്നിട്ട് പറഞ്ഞ്, നിൻ്റെ കാലിൻ്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം, നിനക്ക് മാറിയത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവിടെ പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. 3-4 പ്രാവശ്യം ഞങ്ങൾ പോകാൻ ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് എന്തോ തടസ്സം പോലെ, വണ്ടി കിട്ടുന്നില്ല, തിരിച്ചു വരുന്നു. അപ്പം ഞാൻ അവരെ കൂട്ടുപിടിച്ച് ഞാൻ പോകാമെന്ന് നിർബന്ധം പിടിച്ച്, ഞാനും കൂടെ വരാൻ ചോദിച്ച് നമുക്ക് പോകാമെന്ന് നിർബന്ധം പിടിച്ച് ശനിയാഴ്ച തന്നെ, ഞാൻ വ്യാഴാഴ്ചയാണ് വരുന്നത്, ശനിയാഴ്ച തന്നെ അവരുമായിട്ട് വരാനായിട്ട് തയ്യാറായി. എൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് എൻ്റെ കൂടെ വന്നാൽ അവർ ശരിയാവില്ലെന്ന് ഓർത്ത് അവരുടെ ഭർത്താവ് കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കും സംശയമായിരുന്നു എന്നെ വണ്ടിയിലൊക്കെ കൊണ്ടുവരാൻ. അവർ തന്നെ ഒരു കാർ പിടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്തിട്ട് എനിക്ക് പടി കയറാൻ പറ്റില്ല, 3ാമത്തെ നിലയിലാണ് ക്ലാസ്. അപ്പം ഞാൻ വലിഞ്ഞ് ഇങ്ങനെ കയറുന്ന കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ട, താഴെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു, ഞാൻ പതുക്കെ കയറി. എന്നെ ഓരോരുത്തരും വലിച്ചാണ് മുകളിലോട്ട് കയറ്റിയത്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, നിങ്ങളുടെ കാല് ഇതോടെ സുഖമാകും, നിങ്ങൾ നേരെ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം എൻ്റെ കാല് കമ്പിയിട്ട് സ്റ്റിഫാക്കി വെച്ചിരിക്കുന്ന കാലം എങ്ങനെയാണ് വളരുക?
എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് നീ കമ്പിയിട്ട് പിടിച്ചു വച്ചിരിക്കുകയാണല്ലോ, അത് അനങ്ങനെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കയറി. പക്ഷേ ഞാൻ വീട്ടിൽ തിരിച്ച് ചെന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, നീ ഇപ്പം വളരെ നേരെ നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് നേരെ നടക്കുന്നുണ്ടല്ലോ എന്ന്. ഞാനിപ്പോൾ നടന്ന് കയറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയല്ല ഞാൻ അന്ന് അതിന് മുൻപ് നടന്നിരുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ നടന്നിരുന്നത്. ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഞാൻ ഒരാളുടെ സഹായത്തോടെ അല്ലാതെ ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഗർഭാശയ പീരീഡ് ഇറഗുലറായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം വരെ എനിക്ക് നീണ്ടു നിൽക്കുകയും ഒരു 10 ദിവസം പോലും ഗ്യാപ്പില്ലാതെ പെട്ടെന്ന് വീണ്ടും വരികയും ചെയ്യുന്നു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നേരത്തെ ഇതിന് മുൻപാണ് പോവുകയും സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ് ഒരു 8-9 സെൻറ്റിമീറ്ററോളം ബൾജ് ചെയ്തിരിക്കുന്നതായും അതിനകത്ത് നിറച്ച് കുരുക്കളുള്ളതായിട്ടും പറഞ്ഞു. അപ്പോൾ ഇതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഈ മരുന്നുകളെല്ലാം കൂടി കഴിച്ച് എനിക്ക് വല്ലാതെ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൂടിയായി വയറ് വല്ലാത്ത വേദനയായി. അപ്പോൾ അങ്ങനെ വളരെ ഭയങ്കര വേദനയായപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഇനി ആ മരുന്ന് കഴിക്കുന്നില്ല. എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ, മാതാവ് എനിക്ക് ആ കുഴപ്പങ്ങളെല്ലാം മാറ്റി തന്നിട്ടുണ്ടാവും, എനിക്കൊരു കുഴപ്പവും എൻ്റെ വയറിന് ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മരുന്നൊക്കെ അങ്ങ് നിർത്തി. എൻ്റെ മാതാവ് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അമ്മയോട് ചോദിച്ചതല്ലേ, അമ്മ സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് നിർത്തി. എന്നിട്ട് ഞാൻ എത്രയും വേഗം തന്നെ എനിക്ക് സ്കാൻ ചെയ്ത് നോക്കണം, എനിക്ക് വെപ്രാളമായി എൻ്റെ വയറിലെ കുരുക്കളൊന്നും ഇല്ലാത്തത് എനിക്ക് മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ വയറ് സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഇനി മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, നിർത്തിക്കോന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, എനിക്ക് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മാതാവ് ഈശോയും ചോദിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തന്ന് അമ്മയും ഈശോയും എന്നെ അനുഗ്രഹിക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു. ഞങ്ങളിപ്പോൾ എല്ലാവരും കുമ്പസാരിക്കുകയും കുർബാന കൂടുകയും എല്ലാവരും ചേർന്ന് കുടുംബ പ്രാർത്ഥന നടത്തുകയും ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഇവിടെ ഒരുമിച്ച് തന്നെ എത്തിയിരിക്കുകയും ചെയ്തതാണ്. ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ പറയാത്തതും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. ഈ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നേർച്ചക്കാര്യമല്ല, നമ്മുടെ ജീവിതത്തെ തന്നെ നേരെയാക്കുന്ന, ഈശോയ്ക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനായി സഹായിക്കുന്ന ഒരു പ്രക്രിയയാണത്. അത് നമ്മുടെ ജീവിതകാലം മുഴുവനും തുടരണം എന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങളല്ല, ഒരുപാട് അനുഗ്രഹം തന്ന യേശുവിനും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.